ദേശീയപാത 66-ൽ വാഹനങ്ങൾ അമിതമായി ലോഡ് കയറ്റി വരുന്നത് കാരണം അപകടങ്ങൾ പതിവാണെന്നും അപകടത്തിൽപ്പെടുന്നവർക്ക് ധനസഹായം നൽകണമെന്നും ആവശ്യം. ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് NCP പ്രതിനിധി MK ഷംസുദ്ദീൻ ആവശ്യമുന്നയിച്ചത്. മന്നലാങ്കുന്ന് ബീച്ച് ഫെസ്റ്റിവലിന്റെ പേരിൽ അംഗീകാരമോ രജിസ്ട്രേഷനോ ഇല്ലാത്ത ചില സംഘടനകൾ റവന്യൂ ഭൂമിയിൽ റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാതെ ഫെസ്റ്റിവൽ നടത്തുന്നതായി ആരോപണമുണ്ട്. വിഷയത്തിൽ മന്നലാങ്കുന്ന് ബീച്ച് ഫെസ്റ്റിവൽ നടത്തിവരുന്നത് നിയമാനുസൃതമായിട്ടാണെന്നും പൊന്നിയൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിലാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അറിയിച്ചു. ചാവക്കാട് ബസ് സ്റ്റാൻഡിനു സമീപം ബൈപ്പാസിൽ കാനകളിലെ സ്ലാബുകൾ പൊട്ടിയതു കാരണം വെള്ളവും മാലിന്യങ്ങളും റോഡിലേക്കും പാടത്തേക്കും നിറഞ്ഞൊഴുകുന്ന സ്ഥിതിയാണെന്നും അതിനാൽ ഈ സ്ലാബുകളും പാലയൂർ റോഡിൽ മസ്ജിദിനു സമീപം പൊളിഞ്ഞുകിടക്കുന്ന സ്ലാബുകളും ഉടൻ മൂടുക, കുട്ടികളിലെ അക്രമവാസന, ലഹരി ഉപയോഗം തുടങ്ങിയ വലിയ സാമൂഹിക വിപത്തിനെതിരെ താലൂക്ക് അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്നീ നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നു. താലൂക്ക് വികസനം സംബന്ധിച്ച് എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ചകളിൽ വികസന സമിതികൾ കൃത്യമായി കൂടുമെന്നും ഇതൊരറിയിപ്പായി പരിഗണിച്ച് എല്ലാ വകുപ്പുതല ഉദ്യോഗസ്ഥരും യോഗങ്ങളിൽ പങ്കെടുക്കണമെന്നും തഹസിൽദാർ MK കിഷോർ അറിയിച്ചു. RP റഷീദ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർമാരായ PN സുരേഷ് സ്വാഗതവും P ദീപ നന്ദിയും പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാഹുൽ ഹമീദ്, തോമസ് ചിറമൽ, ഷാഹു, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.